ട്രിപ്പിന് പോകാൻ ഒരാളെ പോക്കാൻ പോകുന്ന സൈക്കോളജിക്കൽ മൂവ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഞാനും ഗോകുലും ബദ്രിയും കൂടെ വൃന്ദ എന്നുള്ള കുട്ടിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അവളെ പൊക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വീട്ടിലേക്ക് പറഞ്ഞ് കൺവിൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അവൾ വരെയാണ്. ഓക്കെ, കാണിച്ചു തരാം. അപ്പം നമ്മുടെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചുള്ളിമാനൂർ എന്നുള്ള സ്ഥലത്ത് ചിലപ്പം ജോഷു എന്നുള്ള പയ്യനുകൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആക്ച്വലി ബ്രൈമോർ എന്നുള്ള സ്ഥലമാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ബ്രൈമോർ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലം പോകാമെന്ന് വിചാരിച്ചു. അപ്പം വാഴവന്തോൾ വെള്ളച്ചാട്ടം എന്നുള്ള സംഭവം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. സോ ആക്ച്വലി നമ്മളത് ആ ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ കേരള ടൂറിസത്തിൻ്റെ നമ്പർ വഴി ഒരു ഓഫീസറിനെ വിളിച്ചപ്പം അവിടെ ഇന്ന് ഓപ്പണാണ്, പോകാൻ പറ്റും, 1 മണിക്കുള്ളിൽ അവിടെ എത്തിച്ചേരണം. പിന്നീട് നമുക്ക് എവിടെ നിന്ന് എത്ര മണിക്കാണോ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, ഈ വണ്ടികളൊക്കെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ബദ്രി കഴിഞ്ഞ ട്രിപ്പിൽ ഇതിന് മുമ്പേ ട്രിപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഗോകുല് പെട്രോൾ ധാരാളം ഇല്ല, അത് വേപ്പറൈസ് ആയിട്ട് അത് സേവ് ആയി കിടന്നു. ഞാനും അതെല്ലാം ഒരേ ഇതാണ്. ഇത് നമ്മുടെ വൃന്ദ, നമ്മുടെ ജോഷോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി നമ്മളെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ബ്രൈമൂർ മാറി വാഴവന്തോളം എന്നുള്ള സ്ഥലത്തോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാഴവന്തോൾ വാട്ടർഫാളിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ആ ചെക്ക് പോസ്റ്റ്. ഓക്കെ, അപ്പം ആക്ച്വലി പിള്ളേരെല്ലാം പല പല ഭാഗത്ത് നിൽക്കുകയാണ്. ഓക്കെ, ബദ്രി, ജോഷ അവന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ടായിട്ട് പോയിട്ടുണ്ട്, ഇവിടെയായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ ഗൂഗിൾ വൃന്ദ അതിനകത്തോട്ട് പൈസ അടയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പൈസയുടെ കാര്യം പറയുമ്പോഴേ 10 പേരായിട്ട് വന്നാലും ശരി, 5 പേരായിട്ട് വന്നാലും ശരി, മാക്സിമം അപ് ടു 10 പീപ്പിൾ 1500 ആണ് ചാർജ്. സോ നിങ്ങൾക്കൊരു 10 പേരായിട്ട് വരാൻ പറ്റുമെങ്കിൽ 150 rupees പെർ ഹെഡ് ആവും. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കാനല്ലേ പറഞ്ഞു. പ്രോസസ് കഴിഞ്ഞു. സോറി ഗൈസ്, പ്രോസസ് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കാണിച്ചു. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു 800 മീറ്റർ വരെ എൻ്റെ കാർ അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റും കാർഡിൻ്റെ അകത്ത്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ നടക്കണം. അതാണ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. നമ്മുടെ ജോഷാണ് ഇപ്പം ഡ്രൈവർ. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ, ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് സേഫ് എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ നിന്ന് 800 മീറ്റർ വരെ നമുക്ക് ഇനി പോകാൻ പറ്റുള്ളൂ ബൈക്കിൽ. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റ് അതിനുശേഷം പിന്നെ നമ്മൾ അതും കൊണ്ട് നടക്കേണ്ടി വരും. എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാമല്ലോ, വേറെ വെയിറ്റ് ഒന്നുമില്ല. 800 മീറ്റേഴ്സ് അടുപ്പിച്ച് നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ കാറ് നമ്മൾ അകത്തോട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്ന ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഓഫ് ടൺ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ 10 പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1500 രൂപ റേറ്റാണ്. അല്ലെങ്കിൽ 5 പേരാണെങ്കിലും ശരി 1500 റേറ്റാണ്. എന്തായാലും ശരി 1500 രൂപ വെച്ചാണ് ഒരു ടീമിന് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം 10 പേര്, ഇല്ല അതിനപ്പുറം വേണമെങ്കിൽ ആൾക്കാർ എടുക്കാം. പക്ഷേ അത് 2500 രൂപയാണ്. 2500 രൂപയാണ്, സോറി 2500 രൂപയാണ് 10 പേരുടെ മുകളിലുള്ളവർക്ക് ഒരു ഗ്രൂപ്പിന്. സോറി, ഞാൻ പുറത്താക്കിയത്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. അതായത് 800 മീറ്റർ നമ്മളിപ്പോൾ മൊത്തം താണ്ടിയിട്ടുണ്ട്. ഇവിടെ വരെ നമ്മൾ വണ്ടികൾ പോകത്തുള്ളൂ. ഇവിടെ വരെ പോകത്തുള്ളൂ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും നല്ല തണൽ നോക്കി എവിടെയെങ്കിലും ഒതുക്കിയതിന് ശേഷം കാൽനടയായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു, അല്ലേ യോഷ? എന്താ അവന്മാർ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. യെസ്, സൗണ്ട് ഉണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട് ഇവിടെ. വൃന്ദയുണ്ട്. ആക്ച്വലി നമ്മളിവിടെ കാർഡിലോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ പേപ്പർ കപ്സും മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ വലിയ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
കുറച്ച് കൺസേർവ് ചെയ്ത് പോകുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ആക്ച്വലി. ഇത് നെറ്റിൽ നോക്കിയാൽ പേപ്പാറ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഏരിയയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമുക്കുള്ള ഈ വാട്ടർഫാൾസിൻ്റെ ചെറിയൊരു ഏരിയയാണ്. ക്യാമറ കൂടെ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ, പോയി നോക്കാം അല്ലേ ബദ്രി? Quero voar com você, cantar com você, eu quero. Somos irmãos do céu, somos irmãos do mar, temos Pai eterno. Somos perfeitos aos olhos do Pai, cada do seu jeito é bonito demais. Somos perfeitos aos olhos do Pai, cada do seu jeito é bonito demais. É bonito demais. Eu quero voar com você. Somos irmãos do mar, filhos de Pai eterno. അപ്പോൾ ഗൈസ്, ഞാൻ ആക്ച്വലി പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടെ ശരിക്കും നല്ല വൈബാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഒരു 3-4 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ നടക്കമുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഈ പറയുന്ന ഒരു 5-6 കിലോമീറ്റർ നമ്മൾ നടന്ന് വരുന്നെങ്കിൽ പോലും ശരിക്കും ഒരു വെർത്തായിട്ടുള്ള ഒരു വാട്ടർഫാളാണ് കേട്ടോ ഇത്. വളരെ അടിപൊളി എന്ന് വെച്ചാൽ ഒരു അടിപൊളി വ്യൂ ആണ് അല്ലേ? വേറെ ലെവൽ വ്യൂ എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു എത്ര ദൂരം നടന്നാണ് ഓൾമോസ്റ്റ് 2.5 കിലോമീറ്റർ കൂടുതൽ. പക്ഷെ നമ്മൾ ഒരു റോഡിൽ കൂടെ 2.5 കിലോമീറ്റർ നടക്കുന്നതിനെക്കാട്ടി കൂടുതലാണ് ഈ ഒരു പാത്തിൽ കൂടെ നടക്കുന്നത്. കാരണം ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള പാത്തായിരുന്നു. ഞാൻ ഇത് ആക്ച്വലി നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മൈക്ക് റെക്കോർഡിങ് ആവുമോ, മീൻസ് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഞാൻ സൗണ്ട് കൂട്ടിയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത്രയ്ക്ക് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം നല്ല സൗണ്ടുണ്ട് അല്ലേ ചോദിച്ചാൽ? ഭയങ്കര വലിയ സൗണ്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സൗണ്ടാണ്. ശരിക്കും നമുക്കിപ്പോൾ നല്ല വെർത്തായിട്ടുള്ള സംഭവമാണ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര ദൂരം നടന്നെങ്കിൽ പോലും ഈ ഒരു സംഭവം കാണുന്നത്, ഈ ഒരു സംഭവത്തിൽ ജസ്റ്റ് കൈയും കാലും കഴുകുന്നത് വളരെ വലിയ റിഫ്രഷിങ് തരുന്ന ഒരു മൊമെൻ്റാണ്. ആക്ച്വലി ഇവിടെ ഇപ്പം കുളിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ സീനൊക്കെ ആയതുകൊണ്ട് കുളിക്കാൻ ഇപ്പം അനുവദിക്കുന്നില്ല. അപ്പം ജസ്റ്റ് കൈയും കാലും മുഖമൊക്കെ വേണമെങ്കിൽ കഴുകാം, അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് തന്നെ ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫീലാണ്. ഇപ്പോൾ പോലും ഇത്രയും ദൂരം ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ എത്ര മീറ്റർ നീങ്ങിയിരിക്കുകയായിരിക്കും? 50 മീറ്റർ നമ്മൾ ദൂരോട്ടിരിക്കുകയും പോലും വെള്ളത്തിൻ്റെ ഫിഷർ എന്ന് പറയില്ലേ, നമ്മൾ വെള്ളച്ചാട്ടം വന്ന് അടിച്ചിട്ട് അതിൽ തെറിക്കുന്ന വെള്ളം നമ്മൾ ദേഹത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുത്ത വെള്ളമാണ് കേട്ടോ, ഭയങ്കര തണുത്ത വെള്ളമാണ്. ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇവിടെ ഉള്ള ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. ലൈക്ക് നമ്മൾ ബാക്കി പ്രത്യേകിച്ച് ഞാൻ പോയ സ്ഥലത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടുതലാണ്. കാടിൻ്റെ ഒരു കറക്റ്റ് ഒരു തണുപ്പ് എനിക്ക് കിട്ടുന്നില്ല, അത് പറയാം. ആ ഒരു കറക്റ്റ് തണുപ്പ് കിട്ടിയിട്ടില്ല എനിക്കിതുവരെ. പക്ഷേ എന്നാൽ പോലും ഈ വെള്ളത്തിൻ്റെ തണുപ്പ്, ഈ കാറ്റ് വെള്ളത്തിലടിച്ച് അതൊരു തണുപ്പ് ഭയങ്കര വലിയൊരു റിഫ്രഷിങ് ഫീലാണ്. ലൈക്ക് ഇത്രയും ചൂടായിട്ട് പോലും സൂര്യൻ്റെ ഇത്രയും ചൂടായിട്ട് പോലും ഈ ഒരു തണുപ്പ് ഭയങ്കര വലിയ എന്താ പറയുക, നല്ല വെർത്താണ്. ശരിക്കും അടിപൊളി ഫീലിംഗ് ആണ് ഇവിടെ. ശരി, അപ്പോൾ ഗൈസ് ശരിക്കും എക്സോസ്റ്റഡായി, ശരിക്കും നല്ല രീതിയിൽ എക്സോസ്റ്റഡായി. നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു
100-150 സ്റ്റെപ്പ് വെച്ച് കാണും. അപ്പോഴാണ് ആലോചിച്ച് ഔട്ടർ എടുത്തില്ല. അങ്ങനെ ഇപ്പോൾ ഔട്ടർ എടുക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ എക്സോസ്റ്റഡായി, കാരണം അടിപൊളി ഫീലായിരുന്നു. ശരിക്കും റിഫ്രഷ്ഡായി, ബട്ട് എക്സോസ്റ്റഡായി. കാരണം നമ്മൾ അന്നും ആഹാരം കഴിക്കാതെ തന്നെ വന്നത്. ഇങ്ങനല്ലേ നീ എല്ലാം കഴിച്ചായിരുന്നു? എന്ത് കഴിച്ചായിരുന്നു? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, കർശൂരി വേണം, കർശൂരി ഇട്ടേക്കിട്ടാ. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഞെക്കിക്കുക. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. അപ്പോൾ ഗൈസ്, അപ്പം ലെറ്റ്സ് ഹോപ്പ് ഇൻ ടു ദിസ്. വണ്ടി ഓഫ് ചെയ്ത് കുഴപ്പമില്ല, വെയിറ്റ് അല്ലേ, ഇത് ഗ്രാവിറ്റി. ഓ അങ്ങനെ ഇനി ബുക്കിലെഴുതണോ നിന്റെ കാര്യം? ഓക്കെ, അടിച്ചുപോയി സ്റ്റാർട്ട് ചെയ്യും. സർപ്രൈസിംഗിൽ അടിച്ചുപോയി നടുക്കോട്ടല്ല, താഴോട്ട്. ട്രിപ്പ് എങ്ങനെ ഉണ്ടാ? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻ പോലുണ്ട്. ഇവിടെ ടൈം ലാപ്സ് ആക്കി അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സൗണ്ട് കാണിക്കത്തില്ല കേട്ടോ, ഞങ്ങൾ സൗണ്ട് കാണിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഗൈസ്? നിങ്ങൾ എന്ത് ചെയ്യും? വീഡിയോ ആയി എനിക്ക് അറിയത്തില്ല, ലിങ്കില്ല, എന്റെ ചെയ്യുന്നില്ല. എന്റെ ഇടത്തെ കൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്ക്. അത് ശരിയായില്ല. മുകളിൽ ഏത് എന്തിനാണോ ഉള്ളത് അതിന്റെ മെയിൻ അവിടെ പോയിട്ട് അതിന്റെ അകത്ത് ഇറങ്ങി വരും. ആരാണത്?